അറിവിനടിസ്ഥാനമായ അറിവ് പകർന്നു കൊടുത്തിട്ട് ഒട്ടനേകം അറിവിനടിസ്ഥാനമായ അറിവ് പകർന്നു കൊടുത്തിട്ട് ഒട്ടനേകം ഈ കയ്യടികളൊന്നും നിങ്ങൾക്ക് മറ്റാരും തരുമെന്ന് ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സ്കൂളിൽ നടത്തുന്ന ഒരു കർമ്മം അത് വെറും അറിവ് പകരൽ മാത്രമാണ്. ആണോ? പറയുവാണ് കേട്ടെ. ഒരിക്കലും നമ്മൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ഒരു ഓൾറൗണ്ട് എല്ലാ രീതിയിലും എല്ലാ വാല്യൂസും എല്ലാം ഉൾക്കൊണ്ട് ഒരു യങ് ജനറേഷനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ. മേഡം പറഞ്ഞത് കുറേ വാക്കുകൾ പറഞ്ഞു. എന്ത് സെൽഫുദ്രി അടക്കം ആരാണ് എന്ന് പറയാൻ പറ്റുന്നു. ഈ കഥ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. എന്നാൽ പാശ്ചാത്യയിലൊന്ന് നോക്കുക. They are very keen on bedtime stories. It's a routine for them. അവരുടെ കുട്ടികളുടെ ഒരു റുട്ടീനാണ് bedtime stories എന്ന് പറയുന്നത്. Why? പാരന്റ്സ് കുട്ടികളുടെ കൂടെ ഇരുന്ന് ആ കഥകൾ അവർക്ക് വായിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് കുട്ടി ഇപ്പുറത്ത് കിടന്ന് തോന്നുന്നു കാണുന്നത് ആരെന്ത് കാണുന്നു എന്ന് ഈശ്വരന് പോലും അറിയില്ല. അതല്ലേ സ്ഥിതിവിശേഷം. അപ്പൊ നമ്മള് ഈ പറയുന്ന ചോദിച്ചിട്ടാണ് കാര്യം മൂല്യങ്ങൾ എന്തെന്ന് അവരറിഞ്ഞല്ലേ പകരം കിട്ടും. ഇപ്പൊ വസ്ത്രം, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം രാവിലെ ഒന്ന് ഇസ്തിരി ഇട്ടില്ലെങ്കിൽ എനിക്ക് ഇടാൻ തോന്നില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ ചുളുമെന്ന് എനിക്കറിയില്ലേ, പക്ഷെ ഇടാതെ വരുമോ? അത് റുട്ടീന്റെ ഭാഗമാണ്. എന്റെ റുട്ടീന്റെ ഭാഗം, എന്റെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി അല്ലേ? എന്നാൽ ഇന്നത്തെ തലമുറ ചോദിക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ട് ഇത് ഇസ്തിരി ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? ദാറ്റ്സ് എ ന്യൂ സ്റ്റൈൽ. അമ്മ, ദാറ്റ്സ് എ ന്യൂ സ്റ്റൈൽ. യു ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അമ്മയ്ക്ക് അറിയില്ല. ഇങ്ങനെയുള്ള മക്കളെയാണ് നിങ്ങളുടെ കയ്യിലോട്ട് വരാൻ പോകുന്നത്. സോ ഹൗ ഡു യു തിങ്ക് യു ആർ ഗോയിങ് ടു ഷേപ്പ് ദം, മോൾഡ് ദം? How do you think you are going to instill values in them? How do you think you are going to make them better personalities, better human beings, better citizens? എങ്ങനെ? How? Is it only through academic knowledge? നിങ്ങൾക്ക് അവർക്ക് വെറും അക്കാഡമിക്സ് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ മൂല്യാധിഷ്ഠിതമായി അല്ലെങ്കിൽ അവരെ നല്ല വ്യക്തിപരമായി വാർത്തെടുക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ സ്ഥിരമായി ഇപ്പൊ കുറച്ച് ദിവസമായി കേൾക്കുന്നുണ്ട് അധ്യാപകർക്ക് ഓടുന്നുണ്ട്. എന്താ സാറിന്റെ അഭിപ്രായം? വിഷയം കമ്പ്യൂട്ടർ സയൻസാണ്. ഇപ്പോൾ മാഡം ചോദിച്ചാൽ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും അഭിപ്രായം തിരിച്ചു കൊണ്ടുവരണമെന്നായി. പക്ഷെ അത് കൊണ്ടുവന്നുകൊണ്ട് പക്ഷെ ഇവിടെ എന്താണ് നാം നിൽക്കുന്ന കാലഘട്ടം, നമ്മുടെ കാലഘട്ടം പോയി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അനുസരണം നമുക്ക് എങ്ങനെ ഉയർന്ന് ചിന്തിക്കാനാണ്. നമ്മൾ മനുഷ്യരല്ലേ. ഞാൻ ചോദിച്ചത് വളരെ വേസ്റ്റിക്കൊരു ചോദ്യം. എനിക്ക് കഥയും തിയറി ഒന്നും പറഞ്ഞു തരാനില്ല. നിങ്ങൾ അധ്യാപകരാണ്. ഞാനിത് പഠിപ്പിക്കാൻ, ഞാൻ പഠിപ്പിക്കാൻ ഒന്നും ആളല്ല. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഞാൻ നിങ്ങൾ ആദ്യം മടങ്ങിക്കൊണ്ട് തുടങ്ങിയ ഒരാളാണ്. നിങ്ങൾ എത്ര പ്രായത്തിലുള്ളവരായാലും അധ്യാപകർ എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനം ഹൃദയത്തിലുമല്ല ശിരസിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരുടെ മുന്നിൽ ശിരസ് നമിച്ച് മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയാറുള്ളൂ. അങ്ങനെ ഞാൻ നിന്നിട്ടുള്ളൂ. ഈ പറയുന്ന ഇനി അടുത്ത ഏറ്റവും വലിയ ചലഞ്ച്, ഒരു കുട്ടി എന്തുകൊണ്ട് ശരിയായ ദിശാബോധത്തിൽ സഞ്ചരിക്കുന്നില്ല? എത്രയധികം അതിന്റെ ഹൃദയത്തിൽ പരിഗണനയോടുകൂടി കാണുന്നു. എന്തുകൊണ്ട് പോയം ഇതവർക്കറിയില്ല. ഞാനോട് പറയുന്ന പോലെ ഞാൻ പഠിച്ചത് ട്രഡീഷണൽ സ്റ്റേറ്റാണ്. അന്നൊന്നും ഫോണറ്റിക്സ് അതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഇന്ന് ഞാൻ പഠിക്കുന്നുണ്ട്. കാര്യം ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്ന് സർട്ടിഫിക്കേഷൻ എടുക്കുക. അപ്പൊ ഞാൻ കേരള KG പഠിക്കുന്ന കുട്ടി ഇത് പഠിക്കുക. ഫോണോണിക്സ് ഇപ്പൊ പഠിക്കുന്നുണ്ട്. അന്ന് നമുക്ക് കാര്യകാരണ സംഖ്യ പറയാൻ അറിയില്ലെങ്കിലും അധ്യാപിക പറഞ്ഞുകൊണ്ട് അവൾ ആദ്യമായി എന്നോട് പറഞ്ഞത് വളർന്നു വന്ന് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞത്, അമ്മ ഐ വോണ്ട് ടു ബി എ ടീച്ചർ.
ഞാൻ പറഞ്ഞത് തിരിഞ്ഞു നിന്ന് ഈ ഫോട്ടോ എന്റെ വീട്ടിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ മോശമായ ചിന്ത പറഞ്ഞാൽ അതിനാണ് കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ ഭയങ്കര അസുഖമുള്ളത് അതാ കൈയടിക്കുന്നത്. അല്ല, കൈയടിച്ചു പോയ ടീച്ചർ അടിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സംഗതിയില്ലേ. ഇന്ന് അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാലഘട്ടമാണ്. അടിക്കേണ്ടത് അടിക്കുക തന്നെ വേണമെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അടി കൊടുക്കേണ്ടത് അടി കൊടുക്കുകയും വേണം. ഇതിനുള്ള ശിക്ഷയാണ് ആവശ്യമെങ്കിൽ അത് കൊടുക്കുകയും വേണം. അതിനുള്ള അവകാശം അധ്യാപകർക്കുണ്ട്. കാര്യം ഈ സമൂഹത്തിനെ വാർത്തെടുക്കുന്നത് അധ്യാപകരാണ്, മാതാപിതാക്കളല്ല. ജനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം കൊണ്ട് വാർത്തെടുക്കൽ ഉണ്ടാകുന്നില്ല. എന്റെ മകളടക്കം അവളെ വാർത്തെടുത്തിരിക്കുന്നത് അവരുടെ അധ്യാപകരാണ്. അവള് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഹിന്ദി. ഈ കുട്ടിയെ ഹിന്ദിയിലെ ടോപ്പ് സ്കോറാക്കി മാറ്റിയത് അവളുടെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. ആ ടീച്ചർ അവൻ കൈയടിക്കണം. ആ ടീച്ചറിനെ പറ്റി യഥാർത്ഥത്തിൽ ഞാൻ എവിടെ പോയാലും ആ ടീച്ചറിന്റെ കൈയടി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? ആ കുട്ടിയുടെ ഹൃദയത്തിനകത്ത് അവൾ വെറുക്കുന്ന ഒരു വിഷയത്തെ ഇഷ്ടപ്പെടുത്താൻ കഴിഞ്ഞു. നമുക്കൊരു വിഷയം വെറുത്ത് കഴിഞ്ഞാൽ വെറുത്ത് തള്ളയാണ്, എടുത്ത് നോക്കില്ല. കഴിഞ്ഞ ദിവസം മാത്തമാറ്റിക്സ് പരീക്ഷ വരാൻ പോകുന്ന പത്തിലെ ഒരു കുട്ടി എന്നെ കൊല്ലത്തുനിന്ന് വിളിച്ചാണ്. ഞാൻ അവിടെ എന്താണ് എക്സാം ഫിയർ റിലേറ്റഡ് ഒരു സെഷൻ ചെയ്തിട്ട് എന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടാണ്. ഇതിലൊരു മോൻ ഇന്നലെ എന്നെ വിളിക്കുകയാണ്, ടീച്ചറെ എനിക്ക് ഭയങ്കരമായ പേടിയാണ് കണക്കിന്, എങ്ങനെ എനിക്ക് അതിജീവിക്കണമെന്ന് അറിയാൻ പാടില്ല, ടീച്ചറോട് സംസാരിച്ചാൽ ചിലപ്പോൾ എനിക്ക് സമാധാനം കിട്ടും, അതുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ ചെയ്യുന്നു, ഞാൻ നടന്നു വരിക. അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ മോനോട് 15 മിനിറ്റ് സംസാരിച്ചു. വൈകുന്നേരം പോകുന്നവർക്ക് എന്നെ തന്നെ നോക്കാം, വഴി നിൽക്കുക. പക്ഷെ ഈ കുഞ്ഞിനോട് എനിക്ക് സംസാരിച്ച് തീർക്കാതെ പോകാൻ പറ്റില്ല. കാര്യം എന്താ? ഈ ഭയത്തെ എങ്ങനെ ഇത് അതിജീവിക്കും? എങ്ങനെ ഒരു വിഷയത്തെ നമ്മൾ വെറുതെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മളതിനെ ഇഷ്ടപ്പെടും? ഞാൻ പറഞ്ഞൊരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതോട് ചേർത്ത് നിങ്ങൾ എന്നെയും വെറുപ്പിക്കും. പക്ഷെ ആ വെറുപ്പിനെ എങ്ങനെ ഇഷ്ടമാണ് മാറ്റേണ്ടത്? ഇന്നത്തെ കുട്ടിയെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത് ഇതാണ്. കാര്യം കുട്ടിക്ക് വെറുക്കാനാണ് ഇഷ്ടം. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെ എന്തിനേയും കുട്ടി വെറുക്കുന്നത്. അതാണ് കാലഘട്ടം. പക്ഷെ റെഗുലേഷൻസ് ആവശ്യമില്ലേ? ആവശ്യമാണ്. ചില സംഗതികളിൽ റെഗുലേഷൻസ് ആവശ്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ അഡോളസൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ they don't know how to channelize their energy. അവരുടെ ആ ഉണർവിനെ, ആ ഊർജത്തെ എന്തിലേക്ക് ചാനലൈസ് ചെയ്ത് വിടണമെന്ന് അറിയാൻ പാടില്ല കുട്ടിക്ക്. പകരം അതിന്റെ കൈവകളിൽ ഈ ലോകം മുഴുവൻ ഉണ്ട് എന്നാണ് അത് വിശ്വസിക്കുന്നത്. കാര്യം ഗൂഗിളിനോട് ചോദിച്ചാൽ അറിയാൻ പാടില്ലാത്തതായി ഈ ഭൂലോകത്തൊന്നുമില്ലെന്ന് അത് വിശ്വസിക്കുന്നു, അല്ലേ? തലമുറ ആയതുകൊണ്ട് തന്നെ അടുത്ത തലമുറ ഏർലി ഏജ് മുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇപ്പൊ എന്റെ സഹോദരന്റെ മകള് 4 വയസ്സുള്ള കുട്ടി, അവള് 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഗൂഗിളിനോടും സിറിയോടും അലക്സയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഷീ നോസ് ഹൗ ടു ഡു തിങ്സ്. അവർക്ക് ഇഷ്ടമുള്ളതിനെ. ഞാൻ എത്രയോ വർഷങ്ങൾ മുമ്പേ എന്റെ ഹസ്ബൻഡ് കുട്ടി മകൻ, അന്ന് ഞാൻ അങ്ങനെ കാണുമ്പോൾ 2-3 വയസ്സേ ഉള്ളൂ, ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിൽ പോയി അവൻ ഇഷ്ടപ്പെട്ട വീഡിയോ പ്ലേ ചെയ്യാൻ 10 വർഷം മുമ്പേ ഈ കുട്ടിക്ക്. ഇമാജിൻ ഇന്നത്തെ കുട്ടിയോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചാടുന്ന മക്കളാണ് ഇനി നമുക്കുള്ളത്. ആ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആളുകൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി പോയാൽ നിങ്ങൾക്ക് എങ്ങനെ മാർക്കെടുക്കാൻ പറ്റും? പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനകത്ത് ഒതുങ്ങി പോവുകയും ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത. നോ, ചുറ്റുമുള്ള സകല വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് അധ്യാപകർ ഉണ്ടാവുക. കാര്യം എന്താണ്? കുട്ടി ഉറ്റു നോക്കുന്നത് നിങ്ങളുടെ അറിവിനെയാണ്, അച്ഛൻ്റെ അമ്മയുടെ അല്ല. അവിടെ അച്ഛനും അമ്മയുമായി ഞങ്ങൾ തിരിച്ചു പറയുന്നില്ല, ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറയുന്നത് തെറ്റാണല്ലോ, കുട്ടി തിരിച്ചില്ല. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം മക്കളും ചെറുപ്രായത്തിലെ ഇങ്ങനെ തന്നെയായി. മുതിർന്നു വരുമ്പോഴാണ് നിങ്ങൾ ആക്ച്വലി കുട്ടികളെ മറ്റൊരു തലത്തിലേക്ക് കണ്ടെത്തി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. മുതിർന്നു വരുന്ന കുട്ടിയോട് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നു എന്ന് പറയുന്ന ഒരു നിലവാരത്തിലല്ലാതെ എൻഫോഴ്സ്മെന്റ് നടക്കില്ല. ഉടലെടുക്കുന്നത് അവിടെ നിന്ന്. ഇവിടെ കേൾക്കാൻ ചെവികളില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി വേണ്ടാത്തത് കാണിക്കുന്നത്. കേൾക്കാൻ ചെവികളുണ്ടെങ്കിൽ ആ ചെവികളിലേക്ക് അവരത് പകരുകയും ആ പറയുന്നതിലൂടെ അവർ തിരുത്താൻ നമുക്ക് കഴിയുമെന്ന് പറയുന്നത് സത്യം. ആക്ച്വലി നമ്മളെ കുറിച്ച് നോക്കുന്നത് മാതാപിതാക്കൾക്ക് സമയമില്ല, ജോലി എടുക്കുന്ന അച്ഛൻ നോക്കി ടൈം. കുട്ടികളുടെ സ്കൂളിലാണ് നിരന്തരമായി ഇടപഴകുന്നത്. ഈ സ്കൂളിന്റെ അങ്കണത്തിനകത്ത് ശരിക്കും വിശുദ്ധിയുടെ അന്തരീക്ഷം അല്ല എങ്കിൽ കുട്ടിക്ക് ചീറ്റാൻ വേറെ പോകണം. മോശമായ അന്തരീക്ഷത്തിലുണ്ട്. എന്റെ എത്രയോ മക്കൾ കഞ്ചാവും ലഹരിയും ലഭ്യമാകുന്ന സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അവരോടെല്ലാം പറഞ്ഞു കൊടുത്ത മക്കൾ, നിങ്ങൾ ആ പറയുന്ന ഒരു സംഗതി തുടരുത്, അത് പൊട്ടിരിക്കുന്ന ഒരാളെ തിരുത്താനും പോകും.
അത് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ കോളേജുകളിൽ അത് റെസിപ്രോക്കേറ്റ് ആവും, കോളേജുകളിലും അത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കരിയറിൽ അത് റെസിപ്രോക്കേറ്റ് ആവും. അങ്ങനെയാണ് ഈ കുട്ടികൾ ശരിക്കും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ലോകത്ത് സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ്സ് ആവുന്നത്. അങ്ങനെയാണ് അതേ അത്രയും നല്ല ഹൃദയമുള്ള വിശാല ഹൃദയമുള്ള കുറേ മനുഷ്യരെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഇവിടുന്ന് പോകും. വീണ്ടും കാണാം. ഒത്തിരി നേരം കാത്തിരുന്നു, ഒത്തിരി നേരം ശ്രദ്ധിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. അത്രയും നല്ല ഹൃദയമുള്ള വിശാല ഹൃദയമുള്ള കുറേ മനുഷ്യരെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഇവിടുന്ന് പോകും. വീണ്ടും കാണാം. ഒത്തിരി നേരം കാത്തിരുന്നു, ഒത്തിരി നേരം ശ്രദ്ധിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. For her session, let us give her a round of applause. Now I welcome our Anita teacher to deliver the vote of thanks. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനുകുമാർ എന്നാണ്, മലയാള വിഭാഗമാണ്. ഒരു മണിക്കൂർ പോയത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അത് അത്രയും വളരെ രസകരമായിട്ട് വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ മേഡം സംസാരിച്ചു. ചില സമയങ്ങളിൽ മേഡം ഇമോഷണലി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ചിന്ത, അതായത് നമ്മളും ആ ഒരു തലത്തിലേക്ക് എത്തണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇതിൽ നിന്ന് കിട്ടി. എന്തായാലും എൻ്റെ കുട്ടികൾക്കും ഇത് പകർന്നു കൊടുക്കും എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ വാക്ക് കൊടുക്കുക. താങ്ക് യു. മാഷിനെ പറ്റി പറഞ്ഞു. കൃഷ്ണൻകുട്ടി എന്ന പേര്. മാഷിന് നല്ല നഗവാണ്, നല്ല നൂല്. ഞാൻ നല്ലതുപോലെ വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വടി കൊത്ത് എഴുതാത്തതിന്, കോപ്പി റൈറ്റിംഗിൽ ഫെയിൽ ആവുന്നതിന് മാഷ് എല്ലാ ദിവസവും നൂല് തരും. ഇന്ന് എന്റെ അക്ഷരം സത്യത്തിൽ മാഷിന്റെ നൂലിന്റെ ഫലമാണ്. ആ അക്ഷരത്തെ കോപ്പി അടിക്കാൻ ഇന്ന് ആർക്കും കഴിയില്ല എന്ന് പറയുന്നതാണ്. ഇന്ന് കൈവഴങ്ങില്ല, പക്ഷെ എങ്കിലും ആ അക്ഷരത്തെ കോപ്പി അടിക്കാൻ ആർക്കും കഴിയാറില്ല. അത് എന്റെ അധ്യാപകന്റെ ക്രെഡിറ്റ് തന്നെയാണ്. സാറിന്റെ വാക്കുകൾ ഒത്തിരി സന്തോഷം പകരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി മാഡത്തിന് വരാം. മാഡത്തിന്റെ നമസ്കാരം മാം. എൻ്റെ പേര് അനിത. ഞാൻ മലയാളത്തിലാണ്. ഐശ്വര്യ ടീച്ചർ പെട്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വോട്ട് ഓഫ് താങ്ക്സ് പറയണമെന്ന്. എല്ലാവർക്കും തീർച്ചയായും ഞാൻ അഭിപ്രായം പറയാനായിട്ട് എൻ്റെ ബിനു സാർ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ എങ്ങനെ പോയി എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത് ഇതുപോലെ ധാരാളം ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ സീനിയറായ അധ്യാപകർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. അതുപോലെ ഒരു ക്ലാസ് വീണ്ടും കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഒരുപാട് പോയിന്റ്സും എനിക്ക് ഹൃദയത്തിൽ ഇങ്ങനെ കറക്റ്റായിരുന്നു. ഞാൻ പറഞ്ഞു, ചേർത്ത് പിടിക്കാതെ ഒരു കുട്ടിയെ നമുക്ക് നമ്മുടെ വശത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഒരിക്കലും. അവനെ കേൾക്കാതെ ഒരുപാട് തെറ്റ് ചെയ്യുന്ന മക്കളുണ്ട്. ഞാൻ എൻ്റെ മക്കളുടെ അമ്മയാണ്. എൻ്റെ ഒരു മകന് 32 വയസ്സും ഒരു മകന് 25 വയസ്സുമായി. അത്യാവശ്യം നല്ല കുസൃതിയും കുരുത്തക്കേടുമുള്ള മക്കളായിരുന്നു. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, അവരെ സ്നേഹിക്കാത്ത ആരെയും അവർ സ്നേഹിക്കില്ല, എന്നെ ഉൾപ്പെടെ, എൻ്റെ ഭർത്താവിനെ ഉൾപ്പെടെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കളും. നമ്മൾ സ്നേഹിക്കാതെ അവർ നമ്മളെ സ്നേഹിക്കില്ല. അപ്പോൾ ഇതിനോട് എതിർപ്പ് കാണുമായിരിക്കുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ 21 വർഷമായി ഈ സ്കൂളിൽ, ഇതിന് മുമ്പ് വർക്ക് ചെയ്തെല്ലാം 10-26 വർഷമായി. ഈ വർഷത്തിനിടയിൽ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്: കേൾക്കാൻ മനസ്സില്ല എങ്കിൽ ഒരു കുട്ടിയും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് കഴിയുന്നതും പരമാവധി സമയമെടുത്ത് കുട്ടിയെ കേൾക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് സ്കൂളിൽ പോയ ആളാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ നന്നായിട്ട് വഴക്കും പറയും, നന്നായിട്ട് കുട്ടിയെ കേൾക്കുകയും ചെയ്യും, ചേർത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ മാം പറഞ്ഞ കുറേ പോയിന്റുകൾ, സൂക്ഷ്മാന്തരീക്ഷം എന്ന് പറയും. ഫസ്റ്റ് ഡേ ഈ സ്കൂളിലേക്ക് കാലം കുത്തിയപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത്, ഹസ്ബൻഡ് എന്തൊരു എനർജി ഇവിടെ. ഒരു പ്രെയർ കേൾക്കുന്ന സമയത്ത്, അന്നത്തെ ആ പ്രെയർ കേൾക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന അയമ്മ ഉൾപ്പെടെ ഓരോ വ്യക്തിയും അനങ്ങില്ല. ഇന്നും അതുപോലെയാണ്. അപ്പോൾ ആ സൂക്ഷ്മാന്തരീക്ഷമാണ് നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്നത്, ആ എനർജിയാണ്. പിന്നെ ലൈഫ് സ്കില്ലിനെ കുറിച്ച് മാം പറഞ്ഞു. ജീവിതവും പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് കുട്ടിക്ക് അറിഞ്ഞൂടാത്തതാണ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മുൻപ് നമ്മുടെ മുന്നിലിരുന്ന കുട്ടി അല്ല ഇന്ന് പലപ്പോഴും മാം പറഞ്ഞ പോലെ മാം നേരത്തെ പറഞ്ഞല്ലോ, സെക്ഷലി കണക്ട് ചെയ്യും കുട്ടികളും.
ഇപ്പോൾ സെക്കൻഡറിയിലോട്ട് പഠിപ്പിക്കാൻ വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദ്വയാർത്ഥം വെച്ച് സംസാരിക്കുന്ന അവസരങ്ങൾ. ആ സമയത്തെല്ലാം അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന വിധം എന്റേതാണ് ടീച്ചർ, എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കേൾക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞു തന്നെ മാം എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ദൈവമാണ് മാം. ഈ ഇരിക്കുന്ന ഈ 1 മണിക്കൂർ നമ്മളുടെ ദൈവമാണ്, നമ്മുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ചത് ഉറപ്പായിട്ടും ഇത്രയും മനോഹരമായ ക്ലാസ് വന്നതിന് ഒരുപാട് നന്ദി. ഈ ഇരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു മാം. ദൈവം രക്ഷിക്കട്ടെ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഒരുപാട് നന്മകൾ നേരുന്നു. സന്തോഷം. എൻ്റെ ഒരുപാട് സമർപ്പിക്കുക. Good afternoon, teachers. Sir asked me to inform you that what reflections you have got after this day. Total, the full day, what outcome you got it. So maybe many of them will be having some points with them. But the last session, today morning also sir was telling no need of people from outside. We ourselves can motivate themselves. That is what sir was telling. പക്ഷേ ഇന്ന് മാം അപ്പം വന്നു. എനിക്ക് മാമിനെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ചെമ്പകയിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ടെക്നോ പാർക്കിൽ UST ഗ്ലോബൽ. I met her husband, and then he met me, and then we had a talk with each other, and then he told that he is conducting soft skills for the children. Later on I came to know that we have a connection. Sir knows Seema ma'am. Seema ma'am is yes. Good afternoon, teachers. Sir asked me to inform you that what reflections you have got after this day. Total, the full day, what outcome you got it. So maybe many of them will be having some points with them. But the last session, today morning also sir was telling no need of people from outside. We ourselves can motivate themselves. That is what sir was telling. പക്ഷേ ഇന്ന് മാം അപ്പം വന്നു. എനിക്ക് മാമിനെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ചെമ്പകയിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ടെക്നോ പാർക്കിൽ UST ഗ്ലോബൽ. I met her husband, and then he met me, and then we had a talk with each other, and then he told that he is conducting soft skills for the children. Later on I came to know that we have a connection. Sir knows Seema ma'am. Seema ma'am is yes. അതങ്ങനെ നടക്കുന്ന ഡയറിയും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡയറിയിൽ അത് ഒട്ടിച്ചു വെക്കണം. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഗിവൺ ടു ദ ചിൽഡ്രൻ വൺസ് ഇൻ എ വൈൽ. പ്ലജ് ഒന്ന് മാറ്റണം. ഇന്ത്യ ഈസ് മൈ കൺട്രി മാറ്റി ഈ ഒരു പ്ലജ് എന്നും പറയത്തക്കതില്ല. ലാസ്റ്റിൽ പറയുമ്പോൾ ഈവൻ സെക്രട്ടറി സർ വാസ് ഓൾസോ വിത്ത് us at that time. ഒരു ആ വികാരത്തോടു കൂടി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞ് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് our teachers have got something from this 1 hour, and she finally she was sharp at the time also. By 3:10 I was looking at yes, that is time management. Time management because then I have to appreciate her, and appreciate ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യം അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. When you go outside, you can understand. There thanks പറയുന്നതിന് have you seen academic supervisor saying thanks to all when she IS come to the team? Yes, we have to say thanks. അത് വന്ന് ചായ മേടിച്ചു ഗ്ലാസ് മേടിച്ചോണ്ട് പോകുമ്പോഴും പഠിക്കണം. ഓരോ വ്യക്തികളിൽ നിന്നും നമ്മൾ ഓരോന്ന് പഠിക്കാനുണ്ട്.
നമ്മളിപ്പോൾ അനിഷ്ക സാർ എനിക്കൊരു മെസ്സേജ് അയച്ചു, അത് ഞങ്ങളുടെ കൈ കഴുകുന്ന ആ ഭാഗത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും തെറ്റും ചീത്തയെന്നോ നല്ലതെന്നോ ഇല്ല, നമ്മുടെ കാഴ്ചപ്പാടാണ്. അത് ആ ഒരു ബേസിസിലാണ് സാർ അയച്ചതെന്ന് തോന്നുന്നു. കറക്റ്റാണോ? നമ്മുടെ ചിന്താഗതിയാണ്. ഇതൊരു തുടക്കം മാത്രം. ഞാൻ ഇപ്പം ഈ March 5 തന്നെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഇൻ സർവീസ് ഇനി എന്നാണ്, ഇനി സാർ വെളുപ്പിക്കുമോ, ഇത് ഞാനാണ് ഇതിൻ്റെ ഇടയിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. Sir will be telling they have to be called for the training programs. Sir is more concerned about it. In Pune also he don't give any holidays, Saturdays ഒക്കെ സാർ വരണം എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാറിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ രാവിലെ അശ്വതി ടീച്ചർ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് റാഫി സർ ഈസ് വിത്ത് ദ മൊബൈൽ ക്യാമറ യൂസ്. എങ്ങനെ ഒരു വിഷയത്തെ നമ്മൾ വെറുതെ കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞൊരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതോട് ചേർത്ത് നിങ്ങൾ എന്നെയും വെറുപ്പിക്കും. പക്ഷെ ആ വെറുപ്പിനെ എങ്ങനെ ഇഷ്ടമാക്കി മാറ്റരുത്. ഇന്നത്തെ കുട്ടിയെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നതിനാണ്. കാര്യം കുട്ടിക്ക് വെറുക്കാനാണ് ഇഷ്ടം. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെ എന്തിനേയും കുട്ടി ഓർക്കുന്നില്ല. അതാണ് കാലഘട്ടം. പക്ഷെ റെഗുലേഷൻസ് ആവശ്യമില്ലേ? ആവശ്യമാണ്. ചില സംഗതികളിൽ റെഗുലേഷൻസ് ആവശ്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ അഡോളസൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ they don't know how to channelize their energy. അവരുടെ ആ ഉണർവിനെ, ആ ഊർജത്തെ എന്തിലേക്ക് ചാനലൈസ് ചെയ്ത് വിടണമെന്ന് അറിയാൻ പാടില്ല കുട്ടിക്ക്. പകരം അതിന്റെ കൈവെള്ളയിൽ ഈ ലോകം മുഴുവൻ ഉണ്ട് എന്നാണ് അത് വിശ്വസിക്കുന്നത്. കാര്യം ഗൂഗിളിനോട് ചോദിച്ചാൽ അറിയാൻ പാടില്ലാത്തതായി ഈ ഭൂലോകത്തൊന്നുമില്ലെന്ന് അത് വിശ്വസിക്കുന്നു, അല്ലേ? As we come to the second session, that is afternoon session of our Day 1 Educator Empowerment Program, I am very happy and delightful to welcome Mrs. Seema Rafi ma'am to our session, who is an edupreneur, co-founder of Vita Skills Academy, life coach, speaker, corporate trainer, mentor, banker, soft skills trainer, content creator, ethical grooming, and author too. So let us hear more things that will be very valuable for the teachers. And now I welcome Mrs. Seema Rafi ma'am to the session.